ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിമീഷ വ്ളോഗ്സ്. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതെന്താണെന്ന് നമുക്ക് കണ്ടാലോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് ഐറ്റം എന്ന്. അതെ, നമ്മുടെ ഫിഷ് മോളി ആട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലും മലേഷ്യ, സിംഗപ്പൂർ എന്നൊക്കെ സ്ഥലങ്ങളിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഫിഷ് മോളി. ഇത് നമ്മുടെ സ്റ്റൈലിൽ, കേരള സ്റ്റൈലിൽ ഒരു ഫിഷ് മോളി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ നമുക്ക് മീൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയായിട്ട് എടുക്കുന്നത് 3 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതാട്ടോ ഫിഷ് മോളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ പച്ചമുളകും കുരുമുളകിൻ്റെയും എരിവിലാണ് കേട്ടോ ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പകുതി നാരങ്ങ ആയിട്ട് നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പേസ്റ്റ് പരുവത്തിൽ എടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ എടുക്കുന്ന മീൻ എന്ന് പറയുന്നത് ചൂരയാട്ടോ. ഇവിടെ നമുക്ക് കേരയൊന്നും കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ചൂരയാട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് കേര, ആവോലി, മോദ ഇവയൊക്കെ ഉപയോഗിച്ച് ഫിഷ് മോളി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചൂരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ബഹ്റിനിലൊക്കെ ചൂരയാണല്ലോ കൂടുതലായിട്ട് കിട്ടുന്നത്, സുലഭമാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ചൂരയാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ആ മസാലയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതിനുശേഷം അത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നില്ല, നല്ല മൊരിയിച്ചെടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ കറിയിലിട്ടൊന്ന് വേവിച്ചെടുക്കുമല്ലോ. അതിന് ശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാനുള്ള കൂട്ടുകളാട്ടോ ഞാൻ കാണിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രേവി തയ്യാറാക്കിയാലോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട്, അടി കെട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ഏലക്ക നമ്മളൊന്ന് ചതച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ 3 കഷ്ണം പട്ട, 4 ഗ്രാമ്പു എന്നിവയാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും സവാളയും ചേർത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളി സവാളയും എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ മല്ലിപ്പൊടി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. 2-ാം പാലാണ് കേട്ടോ. ഇവിടെ ടിൻ പാലാണ് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ ടിൻ പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പകുതി ഒരു ഗ്ലാസ് എടുത്തിട്ട് പകുതി ടിൻ പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് പകുതി വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള പാലാട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ കുരുമുളക് പൊടി, ടീസ്പൂണാട്ടോ ഞാൻ ചേർക്കുന്നത്. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം ഇത് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ പാത്രത്തിന് വലുതായതുകൊണ്ടാട്ടോ മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാത്തത്. അത്യാവശ്യത്തിന് ഗ്രേവി ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് മുങ്ങിക്കിടക്കുന്നതായിരിക്കും. എൻ്റെ പാത്രത്തിന് വലുതായതുകൊണ്ടാണ് മീൻ കഷ്ണങ്ങൾ കുറച്ച് മുങ്ങിക്കിടക്കാത്തത്. ഇത് പകുതി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിലൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്ന പോലെ തക്കാളി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് പരുവായി വന്നിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ 1-ാം പാൽ എന്ന് പറയുന്നത് ടിൻ പാലായതുകൊണ്ട് വെള്ളം ചേർക്കാത്ത പാലാട്ടോ നമ്മൾ ചേർക്കുന്നത്. കട്ടിയുള്ള പാൽ നന്നായിട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അധികം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ 1-ാം പാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കുറുകിയ പാലല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തിള പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങനീര് നേരിയതായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വിനാഗിരിയാണിതിന് ഏറ്റവും നല്ലത് കേട്ടോ. ഫിഷ് മോളി ആക്കുന്നത് വിനാഗിരി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. നമുക്ക് കയ്യിലുകൊണ്ട് ഇളക്കുകയാണെങ്കിൽ കഷ്ണങ്ങൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.